നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 2026 ഏപ്രിൽ 9 വ്യാഴം. ഇന്നാണ് കേരള നിയമസഭയുടെ 16ാം നിയമസഭയിലേക്കുള്ള ഇലക്ഷൻ നടക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുക? ആർക്കെല്ലാമാണ് വോട്ട് ചെയ്യാൻ സാധിക്കുക? വോട്ട് ചെയ്യാൻ നമ്മുടെ വോട്ടർ ഐ ഡി കാർഡ് മാത്രം മതിയാകുമോ? വേറെ എന്തെങ്കിലും രേഖ സ്വീകരിക്കുമോ? നമുക്ക് ബി എൽ എം ആർ ലഭിച്ച സ്ലിപ്പ് ലഭിക്കാത്ത ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. 140 മണ്ഡലങ്ങളിലേക്കുള്ള നിയമസഭാ ഇലക്ഷനാണ് നാളെ നടക്കാൻ പോകുന്നത്. വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാ ആളുകൾക്കും വോട്ട് ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം, SIR ബന്ധപ്പെട്ട് നമ്മുടെ വോട്ടർ പട്ടിക ഇപ്പോൾ ഒന്ന് ക്രമീകരിച്ചിരുന്നു. അതിനുശേഷം വന്ന വോട്ടർ പട്ടികയിൽ പല ആളുകൾക്കും പല ബൂത്തുകളിലാണ് വോട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു വീട്ടിൽ തന്നെ ചിലപ്പോൾ 2 ബൂത്തുകളിലായിരിക്കും വോട്ടുകൾ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഏത് ബൂത്തിലാണോ വോട്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. വോട്ടർ ഐ ഡി കാർഡുള്ള ആളുകൾക്ക് ഏത് മണ്ഡലത്തിലാണ് വോട്ടുള്ളതെന്ന് അറിയാൻ നമുക്ക് വെബ്സൈറ്റ് വഴി സന്ദർശിക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ BLO ബൂത്ത് ലെവൽ ഓഫീസറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഏത് ബൂത്തിലാണ് വോട്ടുള്ളത് നിങ്ങൾക്കറിയാം. ആ ബൂത്തിലെ ക്രമ നമ്പർ കൂടി നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. എങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വോട്ട് ചെയ്ത് മടങ്ങാൻ സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലായി BLMമാർ നമ്മുടെ വീടുകളിൽ ഒരു ഫോം ലഭിച്ചിരുന്നു. അതിൽ നമ്മുടെ ഏത് ബൂത്തിലാണ് വോട്ട് എന്നുള്ളതും എത്രാമത്തെ ക്രമ നമ്പറിലാണ് നമ്മുടെ വോട്ടുള്ളതും എന്നും അതിൽ വ്യക്തമായി പറഞ്ഞിരുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് ഒന്നുകിൽ വോട്ടർ ഐ ഡി കാർഡ്, ഇനി വോട്ടർ ഐ ഡി കാർഡ് കൈവശമില്ലാത്ത ആളുകൾക്ക് ആധാർ കാർഡ്, പാസ്പോർട്ട്, പാൻ കാർഡ്, അതുപോലെ തന്നെ ഗ്രാമീണ ബാങ്കുകളിലെ ബാങ്ക് പാസ്ബുക്കുകൾ, മറ്റ് ഫോട്ടോ പതിച്ച ഐ ഡി കാർഡുകൾ, നിങ്ങൾ ഏതെങ്കിലും ഒരു രേഖയുമായി നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് വോട്ടിങ്ങിൻ്റെ സമയമുള്ളത്. ഈ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് പോയി വോട്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ നേരിട്ട് ബൂത്തിലെത്തുകയും നിങ്ങളുടെ പേരും അതുപോലെ തന്നെ നിങ്ങൾ കൊണ്ടുവന്ന രേഖയും ഒന്ന് മാച്ച് ചെയ്ത് നോക്കിയതിന് ശേഷം വോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാ ആളുകളും നാളെ വോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമുക്കറിയാം, SIR ബന്ധപ്പെട്ടതിന് ശേഷം നമ്മുടെ വോട്ടർ പട്ടികയിൽ ഒരുപാട് ആളുകൾ കുറവ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമെല്ലാം അവസാനം വന്ന വോട്ടർ പട്ടികയിലായിരിക്കും നമ്മുടെ ഉള്ളതെങ്കിൽ നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ചില ആളുകൾ വോട്ടർ ഐ ഡി കാർഡ് ഇല്ലാത്തതുകൊണ്ട് വോട്ട് ചെയ്യാൻ പോകാതിരിക്കാറുണ്ട്. വോട്ടർ ഐ ഡി കാർഡ് വേണമെന്ന് ഒരു നിർബന്ധവും സർക്കാർ പറയുന്നില്ല. നമ്മുടെ കൈവശമുള്ള ഏതെങ്കിലും ഒരു രേഖ വെച്ച് നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും. പുതിയതായി വോട്ട് ചേർത്ത ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ വോട്ടർ ഐ ഡി കാർഡ് ലഭിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ ആധാർ കാർഡോ ഏതെങ്കിലും ഒരു രേഖയുമായി നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളുകൾക്ക് വോട്ട് ചെയ്യാനോ പുതിയതായി വോട്ട് ചേർക്കാനോ ഇപ്പോൾ സാധിക്കില്ല. എല്ലാ ആളുകളും ഇന്ന് രാവിലെ തന്നെ വോട്ടുകൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കഴിവതും നേരത്തെ തന്നെ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തുക. ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണോ അല്ലെങ്കിൽ ഏത് വ്യക്തികൾക്കാണോ നിങ്ങൾ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയുടെ പേരിൻ്റെ നേരെ അവരുടെ ചിഹ്നം കൂടി ഉണ്ടായിരിക്കും. ആ ചിഹ്നത്തിൻ്റെ നേരെ നിങ്ങൾ വിരലമർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ വോട്ട് അവിടെ വരികയും തൊട്ടടുത്തുള്ള VVPAT മെഷീനിൽ നിങ്ങൾ ഏത് പാർട്ടിക്കാണോ വോട്ട് ചെയ്തത് ആ പാർട്ടിയുടെ ചിഹ്നം അടക്കമുള്ള ആളുടെ പേരും അവിടെ കാണിക്കുന്നതാണ്. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ഇന്ന് വോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി.